ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും കോളേജിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരൊക്കെ ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണേ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഞാൻ പറയുമായിരുന്നു, എന്ത് കഷ്ടപ്പെട്ടാണ് ഞാനൊക്കെ പഠിച്ചതെന്ന് അറിയാവോ, B.Ed വരെയും ഡിഗ്രിക്കും B.Edനൊക്കെ പഠിച്ചപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ എന്ന്. വെറുതെയാ. കല്യാണത്തിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ശരിക്കും സുഖിച്ച് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. കല്യാണ ശേഷം ഒന്ന് പഠിക്കാൻ പോകണം, അപ്പം അറിയാം ഈ പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. 5 മണിക്ക് ഇരുന്ന് എഴുതാൻ തുടങ്ങിയതാണ്. 5 മണിക്ക് ഇരുന്ന് എഴുതി എല്ലാം സെറ്റാക്കി കഴിഞ്ഞതേ ഫുഡ് ഉണ്ടാക്കുകയാണ്. കാരണം പിള്ളേർക്കുള്ള ഫുഡ്, ഇക്കാക്കുള്ള ഫുഡ്, എനിക്കുള്ള ഫുഡ്. ഇന്ന് ഉസ്താനി ഇലവാണ് കേട്ടോ. അപ്പോൾ മാസത്തിൽ ഒരു ദിവസം എനിക്ക് ഉസ്താനി ഇലവുണ്ട്. അപ്പോൾ ഉസ്താനുള്ള പത്തിരിയും ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി എനിക്ക് വാപ്പച്ചിക്ക് ഫുഡ് പാക്ക് ചെയ്യുന്ന ഒരു ഫീലായി. ഉസ്താനി ഇലവിന് ഫുഡ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളായി. പിള്ളേർക്കുള്ള ചോറ്, എനിക്കുള്ള ചോറ്, ഇക്കാക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി. അപ്പോൾ ഇന്നും മോരുകറിയാണ് കേട്ടോ. മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ഫ്ലോയിൽ പിന്നെ ഞാൻ എപ്പോഴും മോരുകറി തന്നെ വെക്കും. അങ്ങനെ അത് സെറ്റാക്കി അടുക്കള ക്ലീനാക്കി ഷടപടേന്ന് ഓരോരോ പരിപാടികളും തീർത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് മുതൽ റെഗുലർ യൂണിഫോം നമുക്കിടണം. പിന്നെ നമ്മൾ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഫീൽഡിലോട്ടൊക്കെ കടന്നു. കാരണം ഇനിയിപ്പോൾ അത്യാവശ്യം എഴുതാനും വരക്കാനും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ട് തരും. അപ്പോൾ അതേ 9:30 ആയപ്പോഴേക്കും മക്കളെ റെഡിയാക്കി ഞാനും റെഡിയായി ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കല്യാണത്തിന് മുമ്പ് പഠിക്കുന്നതാണോ കല്യാണത്തിന് ശേഷം പഠിക്കുന്നതാണോ കുറച്ചും കൂടി ബെറ്റർ? എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് മുമ്പ് കിട്ടുന്ന അത്രയും സമയം മാക്സിമം പഠിക്കാവുന്ന അത്രയൊക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാനും പിള്ളേരും പോയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.